ഹലോ ഫ്രണ്ട്സ്, എക്സൽ ഹെൽപ്പ് മെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് VLOOKUPിലെ ഒരു അഡ്വാൻസ് ലുക്കപ്പ് മെത്തേഡാണ്. എക്സലിലെ ഡൈനാമിക് ലുക്കപ്പിനെ കുറിച്ച് ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ VLOOKUP ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ഷീറ്റിൽ ലുക്കപ്പ് ചെയ്യാനുള്ള ഒരു ഫോമുല എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു വർക്ക് ബുക്കിൽ ഓരോരോ വീക്ക് ഡേയ്സിൽ ഓരോരോ സെയിൽസ്മാൻസിൻ്റെ ടോട്ടൽ സെയിൽസുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷീറ്റിൽ മെയിൻലി ഉള്ളത് എംപ്ലോയി ID നെയിം, അവരുടെ ടോട്ടൽ സെയിൽസ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ വർക്ക് ബുക്കിലുള്ളത് ഒരു സമ്മറി ഷീറ്റാണ്. ഇവിടെ ഓരോ എംപ്ലോയി IDയും അവരുടെ വീക്ക് ഡേയ്സുമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിവിടെ എംപ്ലോയി ID സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വീക്ക് ഡേയ്സിലും ഓരോ സെയിൽസ്മാൻസിൻ്റെ ആ ഒരു സെയിൽസ് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൽ വാല്യൂ ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ടത് EMP1 എന്ന എംപ്ലോയി ID ഉള്ള സെയിൽസ്മാൻ്റെ സൺഡേ വീക്ക് ഡേയിലുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ആണ് നമുക്കിവിടെ എടുക്കേണ്ടത്. അതേപോലെ ഓരോരോ വീക്ക് ഡേയ്സിലുമുള്ള ആളുടെ സെയിൽസ് ക്വാണ്ടിറ്റിയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ VLOOKUP ഉപയോഗിച്ച് ഈ ഒരു എംപ്ലോയി IDയുടെ സൺഡേയിലെ ആ ഒരു റിപ്പോർട്ട് നമുക്ക് എടുക്കാം. ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് എംപ്ലോയി ID സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്നത് സൺഡേ എന്ന ഒരു ഷീറ്റിലാണ്. അതിനുശേഷം ആ ഒരു ഡേറ്റ ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം കോൺസ്റ്റൻ്റ് ആക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്നത് തേർഡ് കോളമാണ്. അതുകൊണ്ട് 3 കൊടുത്തതിന് ശേഷം ഒരു 0 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സൺഡേയിലെ ആ ഒരു എംപ്ലോയി IDയുടെ ആ ഒരു വാല്യൂ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞു. അതായത് എംപ്ലോയി ID1 എന്ന സെയിൽസ്മാൻ്റെ സൺഡേയിലെ ആ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോമിൽ നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഒരു സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് ബാക്കി കോളംസിലും നമുക്ക് റിട്ടേൺ ചെയ്ത് വന്നിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് വേണ്ടത് ഈ എംപ്ലോയി IDയുടെ മൺഡേ എന്ന ഷീറ്റിലെ ആ ഒരു വാല്യൂ ആണ് ആക്ച്വലി നമുക്കിവിടെ കിട്ടേണ്ടത്. അതായത് 2340 എന്നൊരു വാല്യൂ ആണ് നമുക്കിവിടെ ആ ഒരു സെക്കൻഡ് കോളത്തിൽ വാല്യൂ ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ ഒരു എക്സിസ്റ്റിംഗ് ഫോമിൽ നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ഫോമിലെ ടേബിൾ അറേ സെക്ഷനാണ് ഏത് ഷീറ്റിലാണ് നമ്മുടെ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് നമ്മുടെ ഫോമിലേക്ക് കൊടുക്കുന്നത്. ഈ ഒരു പോർഷനാണ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യേണ്ടത്. എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻഡയറക്റ്റ് ഫോമുല നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു കോമയ്ക്ക് ശേഷം നമുക്കൊരു ഇൻഡയറക്റ്റ് ഫോമുല ഇൻഡയറക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഡബിൾ കോട്ട്സ് കൊടുക്കുക. അതുപോലെ തന്നെ ടേബിൾ അറേയുടെ എൻഡ് പോർഷനിൽ നമുക്കൊരു ഡബിൾ കോട്ട്സ് കൊടുത്ത് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോമുലയിലെ ടേബിൾ അറേ ഫീൽഡ് നമ്മൾ 2 ഡബിൾ കോട്ട്സ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് വേണ്ടത് ആ ഒരു ഫസ്റ്റ് ഡബിൾ കോട്ട്സിന് മുമ്പിലായിട്ട് ഒരു ഡബിൾ കോട്ട്സും ഒരു ആൻഡ് സിമ്പലും കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഷീറ്റ് നെയിം ഫോമുലയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു വീക്കിൻ്റെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു ഫോമുല ഈ ഒരു ഫീൽഡ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ആൻഡ് സിമ്പിളും ഒരു ഡബിൾ കോട്ട്സും കൊടുത്ത് നമ്മുടെ ഈ ഫോമുല ക്ലോസ് ചെയ്യാം. ഇനി ഈ ഒരു ഫോമുല നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ആ ഒരു എംപ്ലോയി ID1 എന്ന സെയിൽസ്മാൻ്റെ എല്ലാ വീക്ക് ഡേയിലുമുള്ള സെപ്പറേറ്റ് റിസൾട്ടാണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. 2450 എന്ന വാല്യൂ ആണ് എംപ്ലോയി ID1ൻ്റെ സൺഡേയിലെ ക്വാണ്ടിറ്റി. അതുപോലെ മൺഡേയിൽ 2340 ആണ്. അതുപോലെ തന്നെ നമുക്ക് ID നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഫ്രൈഡേയിൽ 12608 ആണ് ആളുടെ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. VLOOKUP ഫോമിലെ ടേബിൾ അറേ സെക്ഷൻ ഡൈനാമിക് ആക്കിക്കൊണ്ടാണ് ഈ ഒരു ഫോമിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.